അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഒരു മാസത്തേക്ക് കൈമാറിയത് 3 പേർ ഒപ്പിട്ട കടലാസിന്റെ ബലത്തിൽ. ഏതോ കരാറിന്റെ അനുബന്ധം എന്ന നിലയിൽ തയ്യാറാക്കിയ കത്തിൽ GCDA സെക്രട്ടറി, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ജനറൽ മാനേജർ എന്നിവരാണ് ഒപ്പിട്ടിരിക്കുന്നത്. സ്പോൺസറുമായി ബന്ധമില്ലെന്ന GCDA വാദമാണ് ഇതോടെ പൊളിയുന്നത്. GCDA ത്രികക്ഷി കരാറുമായി ബന്ധപ്പെട്ട കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. GCDAക്ക് സ്പോൺസർ കമ്പനിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡുമായി ഒരു ബന്ധവുമില്ലെന്ന വാദം പൊളിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖ. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 24-ന് ഡയറക്ടർ ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് സ്റ്റേഡിയം കൈമാറിക്കൊണ്ടുള്ള കത്ത്. സ്റ്റേഡിയവും ചുറ്റുമുള്ള സ്ഥലവും ഉൾപ്പെടെ 31.11 ഏക്കർ സ്ഥലം സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും തുടർന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും കൈമാറുന്നുവെന്നാണ് ഒരു പേജ് കത്തിലെ വാചകങ്ങൾ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് GCDA സ്റ്റേഡിയം കൈമാറിയതെന്നാണ് ഇതുവരെയുള്ള വാദം. എന്നാൽ GCDA സെക്രട്ടറി ഒപ്പിട്ട രേഖയിൽ സ്പോൺസർ കമ്പനി സ്റ്റേഡിയം ഏറ്റെടുക്കുന്ന കാര്യം പറയുന്നുണ്ടെന്ന് മാത്രമല്ല, അവരുടെ പ്രതിനിധിയും ഒപ്പിട്ടിട്ടുണ്ട്. GCDA സെക്രട്ടറി സ്റ്റേഡിയം കൈമാറുന്നു, സ്പോർട്സ് ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്നു, സ്പോൺസർ കമ്പനി ഏറ്റെടുക്കുന്നു എന്നാണ് കത്തിലുള്ളത്. നിയമപ്രകാരമല്ലാത്ത ഒരു രേഖയിൽ ഒപ്പിടാൻ GCDA സെക്രട്ടറിക്ക് അനുമതിയില്ല. സ്റ്റേഡിയം കൈമാറുമ്പോൾ നടപടിക്രമങ്ങൾ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അലോട്ട്മെന്റ് ഓർഡറോ കരാറോ ഇല്ലാതെ ഇത്തരമൊരു രേഖയിൽ ഒപ്പിടാൻ പാടുള്ളതുമല്ല. സ്റ്റേഡിയത്തിനുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് നിശ്ചയിക്കാതെയും പരിപാടി എത്തുമ്പോൾ GCDAയുടെ വിഹിതം എന്താണെന്ന് നിശ്ചയിക്കാതെയുമാണ് ഉടമ്പടി. വാടകയോ പ്രതിഫലത്തിന്റെ വിഹിതമോ വേണ്ടെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് സംബന്ധിച്ച സൂചന ഇതിൽ വേണമെന്നിരിക്കെ അതും കത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. മീഡിയ 1 കൊച്ചി.